ഇതിനിടെ ഈ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് എന്നതുമായി ബന്ധപ്പെട്ട നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നു. ആ പേരുകളൊക്കെ നമ്മൾ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. താൻ സന്നദ്ധത അറിയിച്ച AICCക്ക് കത്തയച്ചു എന്ന് ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറയുന്നുണ്ട്. UDF അധികാരത്തിൽ എത്തിയെങ്കിലും സംസ്ഥാനത്ത് പാർട്ടി നിലവിലില്ലാത്തൊരവസ്ഥയാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുകയാണ് ഉണ്ണിത്താൻ. ഗ്രൂപ്പ് സമവാക്യങ്ങളോ ജാതി സമവാക്യങ്ങളോ നോക്കി പ്രസിഡന്റിനെ തീരുമാനിക്കരുത് എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. ഒപ്പം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മദ്യനയം, PM ശ്രീ വിഷയം, ഇതിലൊക്കെ UDF കൂടിയാലോചന നടത്തിയതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നുകൂടിയാണ് ഉണ്ണിത്താൻ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഒരു സർക്കാരിനെ വിലയിരുത്താനായിട്ടില്ല, ഒരു മാസമായതേ ഉള്ളൂ. പക്ഷേ വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. VD സതീശൻ മദ്യനയമാണ് ഏറ്റവും കൂടുതൽ നിയമസഭയിലും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാണ് ഈ മദ്യനയത്തെ അങ്ങ് കാണുന്നത്? അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ക്ലാരിറ്റിയോടുകൂടി നിയമസഭയ്ക്കകത്ത് അദ്ദേഹം ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു സംശയമില്ല. കാരണം ആശങ്കാകുലരായിട്ട് പല അഭിപ്രായങ്ങളും പങ്കുവച്ചു. തലശ്ശേരി അതിരൂപത ബിഷപ്പ് പ്ലാമ്പാനി പിതാവ്, അതുപോലെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം നിരവധി ആളുകൾ ആശങ്ക രേഖപ്പെടുത്തി. പിന്നെ അവർ സംസ്ഥാന ഗവൺമെൻറ്റിന് കലവറയില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിന് പാർട്ടി ചർച്ച ചെയ്യും, മുന്നണി ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഇത് വേണ്ട എന്നാണ് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ വെച്ചത് അവസാനിപ്പിക്കും. കാരണം അതിനകത്ത് പുള്ളിക്ക് യാതൊരു വിധമായ വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല എന്നാണ് അത് ബോധ്യപ്പെടുന്നത്. ഈ LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം ഉന്നയിച്ചാണ് ഈ PM ശ്രീ വിവാദത്തിൽ. ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അത് ശരിക്കും വേണ്ടുന്നതാണോ? അത് അങ്ങ് അതിൽ പിന്തുണ നൽകുന്നുണ്ട്? ഇപ്പോൾ UDF ഒരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ടുണ്ട്. ആ ഉന്നതാധികാര സമിതി ഇതിൻ്റെ സമഗ്ര വശങ്ങളും പരിശോധിച്ച് ശേഷം മാത്രമേ PM ശ്രീയായി മുന്നോട്ട് പോവുകയുള്ളൂ. ആ PM ശ്രീയെക്കുറിച്ച് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമൊക്കെ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടല്ലാതെ ഒരു തീരുമാനം ഈ ഗവൺമെൻറ് എടുക്കില്ല. അങ്ങക്ക് എന്തുകൊണ്ടൊരു KPCC പ്രസിഡന്റ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ സജീവമായി അങ്ങ് പ്രവർത്തിച്ചതാണ് എല്ലാ ജില്ലകളിലും, അങ്ങനെ ഒരു സ്ഥാനം ഇപ്പോൾ ജോസഫ് വാഴക്കൻ പോലുള്ള ഒരുപാട് ആൾക്കാർ അവകാശവാദം ഉന്നയിച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഉണ്ണിത്താൻ അങ്ങനെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്? ഇപ്പോൾ ഭരണം ആരംഭിച്ചു, UDF അധികാരത്തിൽ വന്നു, നമ്മുടെ ഭരണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പാർട്ടി നിലവിലില്ല. കാരണം പാർട്ടിയുടെ പ്രസിഡന്റ് വിദ്യുച്ഛക്തി മന്ത്രിയായി, വർക്കിംഗ് പ്രസിഡന്റുമാർ 2 പേര് മന്ത്രിമാരായി. ശ്രീ അനിൽകുമാർ റവന്യൂ വകുപ്പായി, അതുപോലെ വിഷ്ണുനാഥ് ടൂറിസം വകുപ്പായി. സത്യത്തിൽ ഫലത്തിൽ ഇപ്പോൾ KPCC നിലവിലില്ല. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർട്ടി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടിയന്തരമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു നേതൃത്വം ഉണ്ടാകണം. നേതൃത്വം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കിയിട്ട് ഇനി ഭാരവാഹികളെ നിശ്ചയിക്കാൻ ഉള്ള കാലം കഴിഞ്ഞു. 2, ജാതി സമവാക്യങ്ങൾ നോക്കിയാണ്. ഈ ജാതി സമവാക്യങ്ങൾ നോക്കി KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച് പാർട്ടി ഒരു വഴിക്കായി. യോഗ്യതയാണ് മാനദണ്ഡം. കേരളത്തിലെ 14 ജില്ലകളിലെ കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന, കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന, അതുപോലെ 1000-ഓളം വരുന്ന മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും നേരിട്ടറിയാവുന്ന ഒരു നേതാവ് KPCC പ്രസിഡന്റ് ആകുന്നില്ലെങ്കിൽ ഒന്ന് ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയണം, അല്ലെങ്കിൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാവും. മന്ത്രിമാരൊക്കെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കും. അപ്പോൾ മന്ത്രിമാരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ, അല്ല അവരെ തെറ്റായ തീരുമാനത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവരും കൂടെ അനുസരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് വരണം. ഞാൻ 1968 തൊട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. 78 തൊട്ട് പാർട്ടിയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞാൻ ഒരുപാട് പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ 5ഓളം പദയാത്രകൾ കാൽനടയായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും മിനിമം 5 പ്രാവശ്യം വെച്ച് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് KPCC പ്രസിഡന്റ് ആകണമെന്നൊരാഗ്രഹമുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യം കാസർഗോഡ് MP ആയി. മനസ്സിലായില്ലോ. അപ്പം ഇനി ഞാനൊരു കാസർഗോഡ് ഒരു ജില്ലയിലെ ആളായി ഒതുങ്ങി. ഇനിയിപ്പോൾ നമുക്ക്
ഈ 2001 KPCC ജനറൽ സെക്രട്ടറിയായി എനിക്ക് ഈ അടുത്ത കാലത്താണ് 25 കൊല്ലത്തിന് ശേഷമാണ് ഒരു രാഷ്ട്രീയ കാര്യസമിതി അംഗമായിട്ട് എന്നെ വെച്ചത്. പക്ഷേ ഓരോരുത്തരും ഇങ്ങനെ ബയോഡേറ്റ എഴുതുമ്പോൾ ഞാൻ ഒരു കാര്യവും പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി അറിഞ്ഞോട്ട് എനിക്കൊട്ടും തന്നിട്ടുമില്ല. ഒന്നുകിൽ ഞാൻ ചോദിക്കണം, ഞാൻ ചോദിച്ചിട്ടില്ല. പാർട്ടിയോട്ട് അറിഞ്ഞെന്നെ തന്നിട്ടില്ല. പാർട്ടി ഏൽപ്പിച്ച സകല ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ മല്ലികാർജുന ഖാർഗെയ്ക്കും അതുപോലെ ശ്രീ രാഹുൽ ഗാന്ധിക്കും അതുപോലെ ശ്രീ KC വേണുഗോപാലിനും ഞാൻ പിന്നെ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ പാർട്ടിയോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അത് രണ്ടും പരിഗണിക്കാതെ ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ എനിക്കൊരവസരം കിട്ടും. ഭരണം നന്നാവാൻ KPCC സ്ഥലത്ത് നല്ലൊരു നേതാവ് വരണമെന്ന് അന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ജാതി സമവാക്യങ്ങൾ നോക്കിയല്ല ഇങ്ങനൊരു KPCC പ്രസിഡന്റ് സ്ഥാനം ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ AICC എന്ത് തീരുമാനമെടുക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം KPCC പ്രസിഡന്റാകാൻ സന്നദ്ധത അറിയിച്ചു. സർക്കാരിന് ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടും അദ്ദേഹം വ്യക്തമാക്കുന്നു. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.